എവിടെയൊക്കെ അറിവില്ലായ്മയുണ്ടോ അവിടെയൊക്കെ ചൂഷണമുണ്ട്. എത്തിക്കൽ പോൺ ഇൻഡസ്ട്രി ലീഗലൈസ് ചെയ്യാണ്. പല രാജ്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ സെക്ഷൽ പ്രോബ്ലം വന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചാൽ എനിക്ക് എന്ത് ഉറപ്പാണുള്ളത് എന്നെ അബ്യൂസ് ചെയ്യത്തില്ല. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് കാണുന്ന അവയവം അതെ, അത് 8ാം ക്ലാസ്സിലല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇത് കുട്ടികൾ പാരൻസിന്റെ ആണോ സ്റ്റേറ്റിന്റെ ആണോ എന്നുള്ളതാണ് ചോദ്യം. കൺസെന്റ് പോലെ തന്നെ സെക്ഷൽ റൈറ്റ്സ് ഉണ്ടല്ലോ. എന്താണ് ശരിക്കും സെക്ഷൽ റൈറ്റ്സ് എന്ന് പറയുന്നത്? മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സെക്ഷുവാലിറ്റിയെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ ഉണ്ട്, നിങ്ങളുടെ സൈക്കോളജിക്കലുള്ള ഡെവലപ്മെന്റ് ഇങ്ങനെയാണ്, അണ്ടർസ്റ്റാൻഡിങ് ഡിഫറൻസുകൾ കാണാം. അതേസമയം തന്നെ ഫിമെയിലേക്ക് വരുമ്പോഴും അവരാഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മെർജ് ആയാലാണ് അവിടെ ഒരു ഹെൽത്തി സെക്ഷുവൽ ലൈഫ് ഉണ്ടാവുന്നത്. ഇത് പലയിടത്തും നടക്കുന്നില്ല. അത് ഉദാഹരണം ഇപ്പം പലയിടത്തും പ്ലഷർ ലഭിക്കുന്നില്ല എന്ന്, അത് മെയിലിനും ഉണ്ട് ഫിമെയിലിനും ഉണ്ട്. ചിലപ്പം മെയില് സെക്സ്വൽ ഒരു ആക്ടിവിറ്റിക്ക് വരുമ്പം ഫിമെയിലിന് താല്പര്യമില്ല. ഈ താല്പര്യക്കുറവ് കാരണം ഇയാൾക്ക് അവരോടുള്ള ഇഷ്ടം കുറയുകയും അവർക്കിടയിൽ പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ. അതേസമയം ഫിമെയിലിന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അയാൾക്ക് ഞാനൊന്ന് ഓണായി വരുന്ന സമയത്തേക്ക് അയാള് എല്ലാം കഴിഞ്ഞ് പോകുന്നു. ഇങ്ങനെയുള്ള കംപ്ലൈന്റ്സ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. എന്നാൽ ഇത് ഇവർക്ക് തുറന്നു പറയാം. ഇതിപ്പോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് മാത്രം പുറത്തേക്ക് വരുന്ന ഫാക്ടേഴ്സ് ആണ്. അതർവൈസ് ഇത് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് മെയിൽ ആൻഡ് ഫിമെയിൽ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. ജനറലി നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ പറഞ്ഞ പോലെ പുരുഷ ശരീരമുള്ള ആളുകളിൽ സെക്ഷൽ റെസ്പോൺസ് സൈക്കിള് വരുന്ന അതേ രീതിയിലല്ല സ്ത്രീ ശരീരമുള്ള ആളുകളുടെ റെസ്പോൺസ് വരുന്നത്. ഒന്ന് ഈ സെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള പ്രിപ്പയർനെസ് ആണ് ഈ പറഞ്ഞ സാധനം. സ്ത്രീകളിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അതിന് ഒരു ടൈം ഡിലേ, ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അവിടെയാണ് ഈ ഫോർപ്ലേ പോലെയുള്ള കാര്യങ്ങളുടെ പ്രാധാന്യം വരുന്നത്. അത് വജന ലൂബ്രിക്കേഷൻ ആണെങ്കിലും ലെങ്തനിങ് ആണെങ്കിലും ഇത്തരത്തിലുള്ള മാനസികമായ ശാരീരികമായുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഡിലേ. ഇത് പലപ്പോഴും അതും അറിയില്ല, അതാരും പഠിപ്പിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാത്തതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ പുരുഷനിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഇപ്പം ഇജാക്കുലേഷന്റെ ഭാഗമായിട്ട് ഒരു ഇജാക്കുലേഷൻ, ഒരു പെനിട്രേറ്റീവ് സെക്ഷൽ ആക്ടിവിറ്റിക്ക് ശേഷം ഇജാക്കുലേഷൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം രണ്ടാമതൊരു ആക്ടിവിറ്റി എന്നുള്ളത് സമയമെടുക്കുന്ന ഒരു ഗ്യാപ്പുള്ള പ്രോസസ്സാണ്. സ്ത്രീകൾക്ക് അങ്ങനെയില്ല. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓർഗാസങ്ങൾ, അതായത് പീക്ക് ഓഫ് സെക്ഷൽ പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വന്ന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ശാരീരിക ഘടനയാണ് ഫീമെയിൽ. ഞാൻ ശരീരത്തെ അവിടെ ഉദ്ദേശിക്കണം, ജെൻഡറിനെയല്ല. ശരീരഘടനയുള്ളവരിൽ പൊതുവെ കാണപ്പെടുന്നത്. അപ്പം ഈ ഒരു വ്യത്യാസം, ഈ രണ്ട് ശരീരഘടനകളും തമ്മിലുള്ള വ്യത്യാസങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിൽ ഈ സെക്ഷൽ ആക്ടിവിറ്റി കുറെ കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് ഫോർ പ്ലേ, ആഫ്റ്റർ പ്ലേ പോലെയുള്ള മുൻപും ശേഷവുമുള്ള ഇന്ററാക്ഷൻസ്. ഇപ്പം ഫോർ പ്ലേയിലേക്ക് വരുമ്പോൾ അവിടെ അത് കുറെ കൂടെ ശാരീരികമായും മാനസികമായിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിലും ആഫ്റ്റർ പ്ലേയിലേക്ക് വരുമ്പോൾ അത് അവർ തമ്മിലുള്ള ബോണ്ടിങ്, അറ്റാച്ച്മെന്റ്, അതിൻ്റെ എക്സ്പീരിയൻസിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, ഒരു കംപ്ലീഷൻ, ഈ ഒരു ഏരിയകളിലൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഈ അറിവില്ലായ്മയുടെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അറിവില്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾ. വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുമ്പോൾ പരസ്പരം കൃത്യമായി സ്നേഹിക്കുന്ന അതിനുള്ള സാഹചര്യം കൂടെയുള്ള ആളുകളിൽ ഉറപ്പായിട്ടും രണ്ടുപേരും പരസ്പരം കൃത്യമായി പ്ലഷറബിൾ ആയിരിക്കണം ആക്ടിവിറ്റി എന്ന് ജെന്യുവിൻ ആയിട്ടുള്ള ആഗ്രഹമുള്ളത് പോലെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും. അതായത് ഒരുപാട് പേരെ കാണുന്നവരാണ് ഈ പ്രശ്നങ്ങളുള്ള ആളുകളെ കാണുമ്പോഴും അവരായിട്ട് സംസാരിക്കുമ്പോഴും അവർക്കും പരസ്പരം സ്നേഹമുള്ള ആളുകളിൽ മറ്റൊരാൾക്കൂടെ പ്ലഷർ അവർ മാനസികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ പഠനങ്ങളും അങ്ങനെ തന്നെ കാണിക്കണം. പക്ഷെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് അതിനെപ്പറ്റി പഠിപ്പിക്കാത്തതിൻ്റെ, അറിയാത്തതിന്. അതിലേക്കാണ് എനിക്ക് സെക്സിനെ പറ്റിയിട്ട് സയന്റിഫിക്കലി മനസ്സിലാക്കണം, പഠിക്കണം. എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, ഈ സെക്സ്വാലിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ നമുക്ക് ഇപ്പോൾ ഇന്റർനെറ്റിന്റെ വേൾഡ് ആണ്, നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. പ്ലാൻഡ് പാരന്റ്ഹുഡ് നല്ലൊരു കണ്ടന്റ് ആണ്. നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിവുകൾ കിട്ടും. പക്ഷെ ഇംഗ്ലീഷാണ്, ആ ഒരു ബാരിയർ ഉണ്ടാവും. മലയാളത്തിലേക്ക് വരുമ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ കേരള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇപ്പൊ 3 കൊല്ലത്തിന് മുകളിലായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ അതിൽ കിടപ്പുണ്ട്. ഇപ്പൊ സെക്സ്വാലിറ്റിയുടെ ഏത് ഏരിയയാണ് എടുത്തു നോക്കിക്കോ, അതിലൊക്കെ കണ്ടന്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി റീലുകളായിട്ടും പോസ്റ്ററുകളായിട്ടും ഒരുപാട് കണ്ടന്റ് ചെയ്തിട്ടുണ്ട്.
ഇതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ. മലയാളത്തിലേക്ക് വരുന്നത്. അതെ. ഇനി അങ്ങനെയല്ലാതെ ames.org ഞാൻ നേരത്തെ പറഞ്ഞുള്ള യൂട്യൂബ് ചാനൽ പോലെയുള്ള ആനിമേഷൻസ് ആയിട്ടാണ്. അപ്പം കുറച്ച് അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും അത് മനസ്സിലാവും. കുട്ടികളാണെങ്കിൽ പാരൻസിന്റെ പ്രസൻസിൽ കുട്ടികൾക്കും അത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അഡൾട്ട്സ് കണ്ടാലും അഡൾട്ട്സിനും മനസ്സിലാവുന്ന രീതിയിലുള്ള ആനിമേറ്റഡ് വീഡിയോ അങ്ങനെയുണ്ട്. അതല്ലാതെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ പോലെയുള്ള സീരീസുകളും ഈ ഏരിയകളിൽ മീഡിയ എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ഒരു ബാരിയർ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ പോലെയുള്ള ഒരു ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതെ. 6 മാസത്തിലുള്ള. വേറൊരു കാര്യം എനിക്കൊന്ന് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒരു കാരണവശാലും നമ്മൾ പോൺ വീഡിയോസ് കണ്ടിട്ട് സെക്സ് മനസ്സിലാക്കാൻ ഇരിക്കരുത്. അതെനിക്കൊന്ന് വളരെ ഹാം ചെയ്യുന്ന എക്സ്പെക്ടേഷൻ ആയാലും അവർ കാണിക്കുന്ന എക്സാജറേഷൻ ആയാലും ഞാൻ എവിടെയോ കേട്ടൊരു കാര്യമാണ്. പോൺ എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ഫിലിം എങ്ങനെയാണോ ഷൂട്ട് ചെയ്യുന്നത്, ഒരു മൂവി ഷൂട്ട് ചെയ്യുന്ന അതേ സ്ട്രക്ചറിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് കണ്ടന്റ് ആണ്. അതൊരിക്കലും റിയൽ സെക്സ് അല്ല. അവിടെ അവർ എക്സാജറേറ്റ് ചെയ്യുന്ന ആ ടൈമോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ അവയവങ്ങളുടെ മാനിപ്പുലേഷൻസും ഒക്കെ നടത്തിയിട്ട് അത് ക്രിയേറ്റീവ് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ പലരും, ഞാൻ ഈ ചോദിച്ച ചോദ്യം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രസക്തമാക്കുന്നത്, പലരും കണ്ടന്റുകൾ തേടി പോകുന്നത് പോൺ സൈറ്റുകളിലേക്ക്. വേറൊരു പറച്ചിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട്, ഈ സെക്ഷൽ ആക്ടിവിറ്റി പഠിക്കാനായിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട് സിനിമകളിലുണ്ട് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നു വിളിച്ചുകൊണ്ടിരുന്ന, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ സെക്സ് വർക്കേഴ്സ് എന്ന് നമ്മൾ വിളിക്കേണ്ട ഒരു ഗ്രൂപ്പിന് സഹായം ചോദിച്ചാൽ മതി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ സെക്സ് എന്നുള്ളതിന് വളരെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ആയിട്ട് അതിന് ചുരുക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ മാനം. അതിൻ്റെ ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു സൈഡോ, അതിൻ്റെ കൺസെന്റ് പോലെയുള്ള വശങ്ങളോ, അതിൻ്റെ സെക്ഷൽ റെസ്പോൺസിബിലിന്റെ ഭാഗമായിട്ടുള്ള കോമ്പാറ്റിബിലിറ്റികളോ ഒന്നും കൺസിഡർ ചെയ്ത് ഒരു ആക്ടിവിറ്റി മാത്രമായിട്ട് അതിനെ വളരെ ചുരുക്കി കാണുന്നതുകൊണ്ടാണ്. കൗൺസിലിംഗ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യത്തിൽ? നമ്മളൊരു ഭാഷ പഠിക്കുന്നപ്പോഴാണ്, ഒരു പുതിയ ഭാഷ നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. നമ്മള് നേരെ ആദ്യമേ നമ്മൾ ഒരു കോളേജ് എഡ്യൂക്കേഷനിലൊക്കെ എത്തി, നേരെ ഒരു പുതിയ ഭാഷ, ജർമ്മൻ എടുത്തോ, ഒരു കോളേജ് വിദ്യാഭ്യാസത്തിൽ വരുന്നു, ജർമ്മൻ ലാംഗ്വേജിൽ നിങ്ങളൊരു കവിത എഴുതൂ എന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ തുടങ്ങാറ്. അതുപോലെ തന്നെ സെക്ഷൽ ഡെവലപ്മെന്റും ഭാഷയുടേതുപോലെ തന്നെ വളരെ കുട്ടിക്കാലത്തെ ABCD പറഞ്ഞു തുടങ്ങി, പിന്നെ വാക്കുകൾ ഉണ്ടാക്കി, വാചകങ്ങൾ ഉണ്ടാക്കി, പിന്നെ ലിറ്ററേച്ചറിലേക്ക് എക്സ്പോഷർ വന്ന് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി, എന്നിട്ടാണ് നമ്മൾ സാഹിത്യത്തിലേക്ക് കടക്കുന്നത്. ഈ ഓർഡറിൽ തന്നെയാണ് നമ്മൾ സെക്ഷൽ ഡെവലപ്മെന്റിനെയും കാണേണ്ടത്. കുട്ടിക്കാലത്തെ തന്നെ കൃത്യമായിട്ടുള്ള അറിവുകൾ, ബോഡി പാർട്സ്, കൺസെന്റ്, ബൗണ്ടറീസ്, ഇതെല്ലാം മനസ്സിലാക്കി, എങ്ങനെയാണ് അവയവങ്ങളുടെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കി, എൻ്റെ ഒരു ശരീരത്തിൽ എങ്ങനെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ആ ഇൻഫർമേഷൻസ് കിട്ടി. അതിനുശേഷം ശരീരത്തിലുള്ള ഇത്തരം മാറ്റങ്ങൾ അഡോളസെന്റ് പീരീഡിൽ എക്സ്പീരിയൻസ് ചെയ്ത് അതിനുശേഷം എങ്ങനെയാണ് റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അങ്ങനെയാണ് ഈ കോൺഫിഡൻസ് സെക്ഷുവാലിറ്റി ഇതിനെ വിഭാവനം ചെയ്യുന്നത്. ഇതൊരു ക്രാഷ് കോഴ്സായി നിങ്ങളൊരു ആജീവനാന്ത കാലം കൊണ്ട് മനസ്സിലാക്കി. ഞാൻ ചോദിക്കാൻ കാര്യം, കെട്ടിയുള്ള മാലാക സിനിമയിലെ ശ്രീവാച്ചൻ, ആ ഒരു ക്യാരക്ടറിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ എല്ലാവരും കൂടി പഠിപ്പിച്ചു വെച്ച മിത്തും തെറ്റിദ്ധാരണകളും എല്ലാം ആയിട്ട്, ഞാൻ ആദ്യം ചോദിച്ച മിത്തിനകത്തിലെ കുറെ കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. അയാൾ ഡ്രഗ് വരെ ഉപയോഗിച്ചിട്ടാണ് ലാസ്റ്റ് അയാളുടെ വൈഫിന്, അതും വിത്തൗട്ട് കൺസെന്റ്. ഇത് സംഭവിക്കുന്നുണ്ട്. അതാണ് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും എന്ന് ചോദിക്കാൻ കാര്യം. ഒന്നുമില്ലാത്തടത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉപകാരമാണ്. അതാണോ ചെയ്യേണ്ടതെന്നുള്ള സാധനം ചോദിച്ചാൽ ഒരിക്കലല്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള സെക്ഷുവാലിറ്റിയെ പറ്റിയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസിനൊപ്പം അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ കൊടുത്ത് തുടങ്ങണം. ഇൻഫോംഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു മെൻസ്ട്രേഷൻ ആണെങ്കിൽ പോലും ഇൻഫോംഡ് ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും, ഒരു വെറ്റ് ഡ്രീംസ് ആണെങ്കിലും ഇത്തരത്തൊക്കെ ഇൻഫോംഡ് ആയിട്ട് നമ്മുടെ ബോഡി ചേഞ്ചസ് ഇതൊക്കെ ഇൻഫോംഡ് ആയതിനു ശേഷം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ ക്വാളിറ്റി ഒരു പ്രീമറിറ്റൽ കൗൺസിലിംഗ് കൊണ്ട് നമുക്ക് ആളുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊരു തെറ്റിദ്ധാരണ പാടില്ല. പോണോഗ്രഫിയെ കുറിച്ച് ചോദിച്ച കാരണം കൊണ്ട് പറയാം, ഈ പോൺ എന്നതിനെ തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. ഇതിൽ തന്നെ അതിനൊരു എത്തിക്കൽ പോൺ കണ്ടന്റുകൾ ചെയ്യുന്നവരുണ്ട്, അൺഎത്തിക്കൽ പോൺ കണ്ടന്റുകൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ പോണെല്ലാം അങ്ങ് നിരോധിച്ച് കളയണം എന്ന അഭിപ്രായക്കാരനുമില്ല ഞാൻ. ഇതി പറഞ്ഞ പോലെ എവിടെയൊക്കെ കൺസ്യൂമേഴ്സ് ഉണ്ടോ അവിടെയൊക്കെ പ്രൊഡക്റ്റും ഉറപ്പായിട്ടും ജനറേറ്റ് ചെയ്യപ്പെടും, ആളുകൾ കൺസ്യൂം ചെയ്യും. അതെ, അവിടെയാണ് എത്തിക്കൽ പോൺ ഇൻഡസ്ട്രിയെ ലീഗലൈസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം വരുന്നത്. ഇപ്പോ പോൺ ഇൻഡസ്ട്രിയെ ഇന്ത്യയിൽ അഡ്രസ് ചെയ്യുന്നില്ല, എന്നാൽ അത് നിരോധിക്കപ്പെടുന്നുണ്ടോ? ഇല്ല, അത് നിയമത്തിന്റെ റഡാറിന്റെ അണ്ടറിൽ അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഭാഗമായി തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയും ഇൻഫെക്ഷൻസ് പടരുകയും ചൂഷണം ചെയ്യപ്പെടുകയും
കുട്ടികളുടേതുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ പുറത്തു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രശ്നങ്ങളിലേക്ക് മാത്രമാണ് ഒരു സാധനം നിയമപരമായി റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോയി കഴിഞ്ഞുണ്ടാവുക. പക്ഷെ ഇന്ത്യ സത്യത്തിൽ പകരം ചെയ്യേണ്ടത് എന്താണ്? എത്തിക്കൽ പോൺ ഇൻഡസ്ട്രി ലീഗലൈസ് ചെയ്യാണ്. പല രാജ്യങ്ങളും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് തൊഴിലെടുക്കുന്ന ആളുകൾ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഒരു തൊഴിൽ പരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടുകയും അത് അഡ്രസ്സ് ചെയ്യപ്പെടുകയും ചെയ്യും. മാത്രമല്ല കൺസെന്റ് പോലെയുള്ള കൺസെന്റഡ് ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി ആയിരിക്കും പലപ്പോഴും. രണ്ടുപേർക്ക് അതിൽ ഇൻവോൾവ് ചെയ്യുന്ന പലർക്ക് എപ്പോൾ വേണമെങ്കിലും നോ പറയാനുള്ള പെർമിഷൻ ഉണ്ടാവും. എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ബോഡി ഇമേജുകൾ പലപ്പോഴും ഉണ്ടാവില്ല. സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കൈക്കടത്തിലുള്ള ഇതൊക്കെ എത്തിക്കൽ പോൺ ഇൻഡസ്ട്രികളുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. അപ്പൊ മെയിൻ സ്ട്രീം പോണിന് നമ്മൾ കാര്യമായി സാംസ്കാരികമായി എതിർക്കുകയും എന്നാൽ എത്തിക്കൽ പോൺ ഇൻഡസ്ട്രിയെ ലീഗലൈസ് ചെയ്യുകയും ചെയ്യാത്തിടത്തോളം കൺസ്യൂമേഴ്സ് ഉള്ളിടത്തോളം ഈ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. ആളുകളിലേക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് എത്തിക്കൊണ്ടേയിരിക്കും. ഒന്ന് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുന്ന സാധനമാണ്. അത് എത്തിക്കൽ പോൺ ഇൻഡസ്ട്രി അങ്ങനെയല്ല, റെഗുലേറ്റഡ് ആണ്. അതിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു വരുമാനം അതിന്റെ കൺസ്യൂമേഴ്സിൽ നിന്ന് എത്തിക്കുക എന്നുള്ള, മറ്റിടത്തും പേയ്മെന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഇല്ല എന്നല്ല ഞാൻ പറയണത്. അതും പലപ്പോഴും മാൻഡേറ്റ് അല്ല. പലപ്പോഴും അങ്ങനെ അല്ലാതെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ കുട്ടികളിലേക്കുള്ള ഇത്തരം റീച്ചും റെഗുലേറ്റഡ് അല്ലാത്ത ആക്ടിവിറ്റിയിലേക്ക് ആളുകൾ കൂടുതൽ വരും. അപ്പോൾ അത് കുട്ടികളിലേക്കുള്ള റീച്ചിലേക്കും ഒക്കെ സാധ്യതകള് കൂടുകയാണ്. അപ്പൊ റിയലി നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടുന്ന് പഠിക്കാം എന്ന ചോദ്യത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം SCK പോലെയുള്ള, എനിക്ക് തോന്നുന്നു SCK ആണ് കേരളത്തിലെ അങ്ങനെ ഒരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ എഡ്യൂക്കേറ്റർ ആകാനുള്ള കോഴ്സുണ്ട്. അപ്പം അതും 6 മാസത്തോളം വരുന്ന ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമുകളാണ്. അതും നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് വഴിയോ നമ്മുടെ വെബ്സൈറ്റ് വഴിയോ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും വർഷത്തിൽ ഒരു തവണ നമ്മൾ നടത്തുന്നുള്ളൂ എന്നാണെങ്കിലും അതും ട്രെയിനിങ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേറ്റേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റേഴ്സിനും ഇതേ കോഴ്സിന്റെ ഭാഗമായിട്ട് അങ്ങനെയും ചെയ്യാം. അല്ല നമുക്ക് സ്വയം പഠിക്കണമെന്നാണെങ്കിലും അതും നല്ലൊരു ഓപ്ഷൻ. അങ്ങനെ ഒരു ഗൈഡഡ് ആയിട്ടുള്ള, പലപ്പോഴും സ്കൂളിൽ ഇത് മിസ്സാവുന്നത് കാരണം കൊണ്ട് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് രീതിയിലും ഒരു NGO എന്ന നിലയ്ക്ക് ഒരു പബ്ലിക് മൂവ്മെന്റ് എന്ന നിലയ്ക്ക് നമുക്കിത് ആളുകളിലേക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതെ. ഇപ്പം സെക്സിനെ പറ്റി, ഹെൽത്തി സെക്സിനെ പറ്റിയൊക്കെ സംസാരിച്ചു നമ്മൾ. അതായത് നമ്മളിപ്പോൾ എങ്ങനെ വേണം എന്നൊക്കെ സംസാരിച്ചു. ഇതിൽ കുറെ ക്ലിനിക്കൽ കണ്ടീഷൻസ് ഇല്ലേ? അതായത് വജൈനിസ്മസ് പോലെയുള്ള, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള, അത് പല റീസൺസ് കൊണ്ടായിരിക്കാം. ഇത്തരം കണ്ടീഷൻസ് ഉള്ള, ഇപ്പൊ ഈ കണ്ടീഷൻസ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല എങ്കിലും പല പ്രോബ്ലംസും, സെക്ഷൽ പ്രോബ്ലംസ് വരാം. പ്രത്യേകിച്ച് സെക്സ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് തുറന്നു പറയുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. സോ എങ്ങനെ അവർ ഓപ്പൺ ആയിട്ട്, ഇപ്പൊ ആരെ ട്രസ്റ്റ് ചെയ്യാം? ട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആരെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുക, എങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടാം. ഇപ്പൊ ഞാൻ എൻ്റെ സെക്ഷൽ പ്രോബ്ലം വന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചാൽ എനിക്ക് എന്ത് ഉറപ്പാണുള്ളത് എന്നെ അബ്യൂസ് ചെയ്യത്തില്ലെന്ന്. അപ്പം നേരത്തെ പറഞ്ഞ ക്വാക്സ് ഉണ്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ളവരും ഉണ്ട്. ഇതെല്ലാം മിക്സ്ഡ് ആണ് ശരിക്കും. അപ്പൊ ആരെ ആയിരിക്കും ശരിക്കും ഒന്ന് പോയിട്ട് സമീപിക്കേണ്ടി വരിക ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ? സെക്സിൽ പ്രശ്നമുണ്ട്. ഇതില് ഒരു പ്രശ്നം എവിടെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യയിൽ സെക്ഷൽ മെഡിസിൻ എന്ന് പറയുന്നത് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് അല്ല. നമ്മുടെ സമൂഹത്തിലുള്ള എന്തൊക്കെയാണോ അതൊക്കെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും റിഫ്ലക്ട് ചെയ്യില്ല. സെക്ഷൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഒറ്റ സിംഗിൾ ബ്രാഞ്ച് ഇല്ല. പല പല പ്രശ്നങ്ങൾക്ക് പല പല സ്പെഷ്യലിസ്റ്റുകളാണ് ഹാൻഡിൽ ചെയ്യേണ്ടി വരിക. അപ്പൊ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റവാക്കി പറഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ കാണാനായിട്ട് ശ്രമിക്കുക. ബേസിക് ആയിട്ട് പ്രത്യേകിച്ച് മോഡേൺ മെഡിസിൻ തന്നെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാളെ കാണാൻ ശ്രമിക്കുക എന്നാവും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. അവര് സാധാരണഗതിയിൽ പ്രൊഫഷണലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മേഖല ഡീല് ചെയ്യേണ്ടത് വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്, അല്ലെങ്കിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റിന്റെ ചേർന്നുള്ള ഒരു പ്രവർത്തനം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രൊഫഷണലി അവർ ബൗണ്ട് ആണ് അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ളത്. മെജോറിറ്റി ആളുകളും അങ്ങനെ തന്നെ ചെയ്യുന്നതായിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ കൃത്യമായിട്ട് പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള മോഡേൺ മെഡിസിൻ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഇതിനെപ്പറ്റി ധാരണയും അറിവുള്ള ആളുകളുടെ അടുത്ത് സമീപിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ
ഈ വരുന്ന ആളെ സംബന്ധിച്ച് ഒരു പുതിയ ഇഷ്യൂ ഭയങ്കര പ്രശ്നം തോന്നുന്ന ടാബ് തോന്നുന്ന ഒരു ഇഷ്യൂ ആയിരിക്കാം. പക്ഷെ പ്രൊവൈഡറെ സംബന്ധിച്ച് പുതിയ ഇഷ്യൂ ആവണമെന്നില്ല. ഇത്തരത്തിലുള്ള 100 കണക്കിന് ഇഷ്യൂസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കോൺഫിഡൻസും ധൈര്യത്തോടു കൂടെ പോവാം. പിന്നെ സമൂഹത്തിലുള്ള ഒരു ടാബ് അവിടെ റിഫ്ലക്ട് ചെയ്യാം, ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ റിഫ്ലക്ട് ചെയ്യാം. ജഡ്ജ്മെന്റലായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ സെക്സിസ്റ്റ് മനോഭാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സമൂഹത്തിലുള്ള സാധനം നിങ്ങൾ അവിടുത്തെ ഡോക്ടേഴ്സിലോ അവിടുത്തെ സിസ്റ്റത്തിലോ ഉണ്ടാവില്ല എന്നുള്ള അത് ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ധാരണയായി പോകും. അത് പ്രാക്ടിക്കൽ അല്ല, ചലഞ്ചസ് ആണല്ലോ, ചലഞ്ചസ് ആണ്. അത് സമൂഹം മാറുന്നതിനനുസരിച്ച് അത് പ്രൊഫഷണലി അത് റിഫ്ലക്ട് ചെയ്യും. ഇതിൽ സ്ട്രഗിളുകൾ ഇല്ല എന്ന് ഞാൻ പറയണില്ല. നമ്മൾ സമൂഹത്തിൽ സ്ട്രഗിൾ ഉള്ളതുപോലെ തന്നെ ഈ ഹെൽത്ത് കെയർ സീക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സ്ട്രഗിളുകൾ വരാൻ വളരെ കൂടുതലാണ്. പക്ഷെ അത് പ്രൊഫഷണലി അത്തരം ആളുകൾ സീക്ക് ചെയ്യുകയും അത്തരത്തിലുള്ള സ്ട്രഗിളുകൾ പബ്ലിക്കിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രൊഫഷനും നമ്മുടെ സമൂഹവും മാറുള്ളൂ. ഹെൽത്ത് സെക്ഷ്വാലിറ്റിയെ പറ്റിയുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടുകയും കോക്സിന്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിനിലേക്ക്. ഇത് ഞാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഇടയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നൊരു സമയത്ത് ഞാൻ കുറച്ച് പോസ്റ്ററുകളുണ്ട്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയ ബാനറാണ്, നിങ്ങളുടെ സെക്ഷൽ പ്രോബ്ലംസ് തീർത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ. അത് എനിക്കൊന്നും നമ്മുടെ നാട്ടിലും ഉണ്ട്, ഇടക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഇപ്പൊ ഞാൻ അങ്ങനെ കാണാറില്ല. ഇപ്പൊ പോസ്റ്റർ അടിക്കുന്നില്ല സോഷ്യൽ മീഡിയയില. ഓക്കെ, ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ആണ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതില് ഒരു അപകടം ഇല്ലേ ശരിക്കും? എവിടെയൊക്കെ അറിവില്ലായ്മയുണ്ടോ അവിടെയൊക്കെ ചൂഷണമുണ്ട്. അപ്പൊ ഇതിലെ അപകടം ചൂഷണമാണ് എന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അറിവില്ലായ്മ എന്നുള്ള വലിയ അതിന് ബാക്ക്ഗ്രൗണ്ട് ഒരുക്കിയുള്ള സാധനം നമ്മള് മറന്നു കളയാണ്. കൃത്യമായിട്ട് അറിവുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഓർഗൻസ് ഉള്ളത്, ഇങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായ ആൾക്ക് എങ്ങനെ പ്രവർത്തനത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി എളുപ്പമായിരിക്കും. അവയവങ്ങളുടെ സൈസ് വരെ കൂട്ടിക്കൊടുക്കാം എന്നുള്ള പറഞ്ഞിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ് ചെയ്യുന്നത് ഇവര്. അതും ഈ ഡിസ്ട്രസ് എന്ന് വരുന്നതാണ്. എന്താണ് നോർമൽ എന്നുള്ള അറിവില്ലായ്മയുടെ പ്രശ്നവും, ഇതിങ്ങനെയാണെങ്കിൽ ചെയ്താൽ ഇത് കറക്റ്റ് ആവുന്നുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയുടെ പ്രശ്നവും, പിന്നെ ഇപ്പം പെനിസ് ആണെങ്കിലും ശരി ബ്രസ്റ്റ് ആണെങ്കിലും ശരി ഈ സൈസുകൾ എൻലാർജ് ചെയ്യാനായിട്ട് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആവശ്യമാണ് എന്നുള്ള ധാരണക്കുറവ്. ഈ നമ്മുടെ ശരീരത്തിന്റെ ഘടന ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ടോ ഏതെങ്കിലും ഒരു ഓയില് പുരട്ട് ചെയ്തുകൊണ്ടോ അങ്ങനെ മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു സാധനമല്ല. അത് പലപ്പോഴും ജനറ്റിക്കലി ഡിസൈഡ് ചെയ്യപ്പെടുന്നതാണ്. ഇപ്പൊ ബ്രസ്റ്റിന്റെ സൈസ് ആണെങ്കിലും ശരി, ബട്ടക്സിന്റെ സൈസ് ആണെങ്കിലും ശരി, ഒരു പെനിസിന്റെ ലെങ്ത് ആണെങ്കിലും ശരി, ഇതൊക്കെ പലപ്പോഴും ജനറ്റിക്കലി ഡിസൈഡ് ചെയ്യുന്ന സാധനമാണ്. ഏതെങ്കിലും ഓയിൽ ഇട്ടത് കൊണ്ടോ ഏതെങ്കിലും ഒരു ഗുളിക കഴിച്ചുകൊണ്ടോ അതങ്ങ് മാറിപ്പോവും, നമ്മുടെ ശരീരഘടന അങ്ങ് മാറിപ്പോവും. അതാ പറഞ്ഞത്, ബേസിക് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തെ പറ്റിയുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ആളുകൾക്കൊന്നും ഇതിന് എളുപ്പത്തിൽ ചൂഷണം ചെയ്തിട്ട് പോകാൻ സാധിക്കുന്നത്. ഒക്കെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് വഴി പലപ്പോഴും മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇങ്ങനെ റിസൾട്ടുകൾ കിട്ടുന്നത്. മുന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം SCK പോലൊരു ഫൗണ്ടേഷനിൽ ഇരിക്കുമ്പോൾ എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത്? അതായത് സിസ്റ്റമിക് ലെവൽ ഇത് കരിക്കുലത്തിന്റെ ഭാഗമാകണം. 8-ലോ 9-ലോ ഞാൻ ഇത് നമ്മള് ജനിക്കുമ്പോ തൊട്ട് കാണുന്ന അവയവം അത് 8ാം ക്ലാസ്സിലല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇത് പല 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 കഷ്ണങ്ങളായി, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൃത്യമായിട്ട് പറഞ്ഞ ആഴ്ചയിൽ ഒരു പീരീഡ് സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ആയിട്ട് ഉള്ള ലൈഫ് സ്കില്ലുകളെല്ലാം പറയുമ്പോൾ ഒരു പ്രശ്നമില്ലേ? ഇപ്പം എൻ്റെ പ്ലസ് ടുവിന് ഞാൻ സയൻസ് ആണ് പഠിച്ചത്. 8-ലോ 9-ലോ ഇതേ പാഠഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞത് തനിയെ വായിച്ച് പഠിച്ചോളൂ. അവിടെ ഒരു ക്ലാസ്സേ നടന്നിട്ടില്ല. സ്റ്റിൽ ഈ ഒരു പ്രശ്നം കാണത്തില്ലേ ഈ കുട്ടികളോട്? അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു, ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് കരിക്കുലത്തിന്റെ ഭാഗമാക്കണം എന്ന് പറയുന്നുണ്ട്, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളൊരു പ്രശ്നമല്ലേ ഇവിടെയും? ഇത് ഞാൻ ഒരിക്കലും ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്യില്ല. 8 വരെ ഇവരിത് പഠിച്ചിട്ടില്ല. അതെ. അപ്പോ 8ാം ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ ഒരു പുതിയ ഭാഷയിൽ കവിത എഴുതാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ABCD പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ടീച്ചേഴ്സിനും അറിയില്ല ഇത് എങ്ങനെ ഇപ്പൊ പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്ക് ബേസിക് പോലും അറിയില്ല. ഒന്ന് സാമൂഹികമായിട്ടുള്ള ഒരു പിന്നോട്ട് വലിവ് ഉണ്ടാവും. പക്ഷെ അത് മാത്രമല്ല അവിടെ പ്രശ്നം. ഇതേ പ്രശ്നം പേരൻസിനും ഇല്ലേ? അവർക്ക് ഓപ്പണായിട്ട് അവർ അഡോളസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടി മാത്രമല്ല, അഡോളസെന്റ് മാത്രമല്ല, അതിന് താഴെയുള്ള കുട്ടി അച്ഛാ ഞാൻ എങ്ങനെ ഉണ്ടായേ എന്ന് ചോദിച്ചാൽ പണ്ടത്തെ പോലെ കഥയാണ് പറയുന്നത്. പക്ഷി എടുത്തുകൊണ്ട് വന്ന കഥയും അവല് കൊടുത്ത് മേടിച്ച കഥകളുമാണ് പറയണത്. എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ചലഞ്ച്? എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ ഞാന് പേരൻസിന് അവർക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ്. കുട്ടികൾ പാരന്റ്സിന്റെ ആണോ സ്റ്റേറ്റിന്റെ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഈ കുട്ടിയെ സ്റ്റേറ്റ്
അല്ലെങ്കിൽ രാജ്യം ഇതെന്റെ ഫ്യൂച്ചർ സിറ്റിസൺ ആണ് എന്നുള്ള റിയലൈസേഷനിലാണ് പല രാജ്യങ്ങളും കുട്ടി എന്നുള്ള ഫ്യൂച്ചർ സിറ്റിസനെ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നെങ്കിൽ പാരന്റ്സ് പഠിപ്പിച്ചാലും ശരി പഠിപ്പിച്ചില്ലെങ്കിലും ശരി കുട്ടിയുടെ അവകാശമാണ് കൃത്യമായ അറിവുകൾ കിട്ടുക എന്നുള്ളത്. പ്രത്യേകിച്ച് അവന്റെ ശരീരത്തെ പറ്റിയുള്ള അറിവുകളെങ്കിലും ബേസിക്കലി കിട്ടുക എന്നുള്ളത്. അപ്പൊ ഇത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പാരന്റ്സിന്റെ ഉത്തരവാദിത്തം എന്ന് വ്യക്തിപരമായി ഞാൻ പറയില്ല. സ്റ്റേറ്റിനെയാണ് ആദ്യം വെക്കുക. രാജ്യത്തിന്റെയാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഇവര് പഠിപ്പിക്കണം. സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടത് നിർബന്ധിച്ച് ഇപ്പൊ അങ്ങനെ നമ്മൾ സ്കൂളിൽ നിർബന്ധിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. പാരന്റ്സ് ചോയ്സ് ആയിട്ടല്ലോ നമ്മൾ കൊടുക്കുന്നത്. എന്റെ ഫ്യൂച്ചർ സിറ്റിസനാ എന്നാണ് സ്റ്റേറ്റ് പറയുന്നത്. പഠിപ്പിച്ച് പറ്റുള്ളൂ. നിർബന്ധിത വിദ്യാഭ്യാസമാണ്. നിർബന്ധിത വിദ്യാഭ്യാസം എല്ലാ മേഖലയിലുള്ള അറിവും കൂടെയാണ്. അവിടെ കുട്ടിക്കാലം തൊട്ടേ ആഴ്ചയിൽ ഒരു പീരീഡ് എന്താണ് അവയവങ്ങൾ, എന്താണ് നിങ്ങൾക്ക് പൊതുവെ പുറമേ കാണാൻ പറ്റുന്നത്, പയ്യെ കൂടുതൽ സ്പെസിഫിക് ആയി കൂടുതൽ ഡീറ്റെയിൽസ്, അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, ബൗണ്ടറി എങ്ങനെയാണ്, എങ്ങനെ മറ്റൊരാൾ പെരുമാറണം, എങ്ങനെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഡിജിറ്റൽ സ്പേസിൽ എങ്ങനെ പെരുമാറണം, മറ്റൊരാളോട് എങ്ങനെ ബഹുമാനത്തോടു കൂടെ ഇന്ററാക്ട് ചെയ്യണം, എങ്ങനെ ബൗണ്ടറികൾ സെറ്റ് ചെയ്യണം, എങ്ങനെ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം, എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് പറയുന്നത് എല്ലാം ഈ രീതിയിൽ കൺസെന്റ് എന്താണ് ഇങ്ങനെ ചെറിയ ക്ലാസ്സിൽ കുറഞ്ഞു വരികയാണെങ്കിൽ ഇതേ സാധനം 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഇത് പുതിയ സബ്ജക്റ്റ് അല്ല. ഇവന് 1 തൊട്ട് ഇത് കേൾക്കുന്നതാണ്. 1 to 10 ഉള്ള എല്ലാ ആഴ്ചയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇവിടെ ഒരു അബ്രപ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല. വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള, കുട്ടിക്ക് അങ്ങനെ ഒരു അബ്രപ്റ്റ് ഫീലിംഗ് ഇല്ല. കുട്ടി അവിടെ നാണിച്ചിരിക്കുന്നില്ല, ക്ലാസ്സിൽ ചിരിക്കുന്നില്ല. അതായത് അബ്നോർമൽ ക്യൂരിയോസിറ്റി തന്നെ ഇല്ലാണ്ടാവും. എന്ന് മാത്രമല്ല കുട്ടിയുടെ ചേഞ്ച് വരേണ്ട സമയത്തല്ലേ ഇത് ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യമുള്ളൂ. 7ാം ക്ലാസ്സിൽ മെൻസ്ട്രുവേഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് 8ൽ മെൻസ്ട്രുവേഷനെ പറ്റിയുള്ള ക്ലാസ് എടുത്തോളുന്ന എന്താ ഉപകാരം? ആ ഇനീഷ്യലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെഡ് ഡ്രീം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി 8ലോ 9ലോ ഇത് ക്ലാസ് എടുത്തോളുന്ന എന്താ കാര്യം? അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ മുൻപ് ഇൻഫർമേഷൻ കിട്ടുകയാണല്ലോ. ഇത് ഉണ്ടാകുമ്പോൾ ഉള്ള ഡിസ്ട്രസും പ്രശ്നങ്ങളും ബോഡിയിൽ ചേഞ്ചസ് വരുമ്പോഴുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുള്ളൂ. അത് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. ഇത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് കിട്ടുന്നതിൽ നിയർലി യൂസ്ലെസ്സുമാണ്. ജനിക്കുമ്പോൾ തൊട്ടേ അതേ കാണുന്ന കാര്യങ്ങൾ ഇതെങ്ങനെ ഹൈജീനിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഒരു പേരെന്താ? ഇപ്പോഴും 10, 60, 70 വയസ്സുള്ള ആളുകൾ പലപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ചുച്ചിയിൽ കുരുവാണ്, ഈ ചിച്ചിയിൽ വേദനയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് സർപ്രൈസ് ചെയ്യുന്നത് അറിയില്ല. എത്ര പ്രായം, എല്ലാ പ്രായത്തിലും ഇങ്ങനെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വാക്കുകൾ അറിയില്ല. നമുക്കൊന്നും മനസ്സിലാവണില്ല. എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. കൃത്യമായിട്ടൊരു അബ്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലാവുന്നതാണ്. അപ്പൊ ഈ രീതിയിലുള്ള എല്ലാ ആരോഗ്യപരവും നിയമപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള അറിവ് കൃത്യമായ സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് മിസ്ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കുട്ടികൾ സോഷ്യൽ മീഡിയയിലെയും മൾട്ടിമീഡിയയിലും ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതെ, നമ്മൾ കൺസെന്റിനെ പറ്റി സംസാരിച്ചല്ലോ. കൺസെന്റ് പോലെ തന്നെ സെക്ഷൽ റൈറ്റ്സ് ഉണ്ടല്ലോ. എന്താണ് ശരിക്കും സെക്ഷൽ റൈറ്റ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഏതൊരു മേഖലയിലും എൻ്റെതായിട്ടുള്ള അവകാശങ്ങൾ പറയുന്നപ്പോൾ ഈ സെക്ഷൽ റൈറ്റ് എന്ന് പറയുന്നതും പലപ്പോഴും ഇനിയും ഇതിന്റെ പല മേഖലകളും ഇന്ത്യയിലേക്ക് ഇനി ഇംപ്ലിമെന്റ് ആവേണ്ടിയിരിക്കുന്നു. എൻ്റെ സെക്ഷുവാലിറ്റിയുടെ തലങ്ങളിൽ അതിൻ്റെ മറ്റൊരാൾക്ക് പ്രശ്നമുണ്ടാക്കാത്തുള്ള എല്ലാ തലങ്ങളിലും ഉള്ള അതിൻ്റെ നിയന്ത്രണം അത് എനിക്ക് ലഭിക്കാനുള്ള ഒരു അവകാശവും അതിന് കൃത്യമായിട്ടുള്ള അറിവ് ലഭിക്കാനുള്ള അവകാശവും അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. ഇതൊക്കെ സിറ്റിസൺസിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ ഒരു രാജ്യത്തിന് മുകളിൽ നിക്ഷിപ്തം. ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് ഞാൻ പറയാം, ചില ഏരിയകൾ പിക്ക് ചെയ്തിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സെക്ഷൽ റൈറ്റിനെ പറ്റിയുള്ള ഇതെന്റെ അവകാശമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, പ്രത്യേകിച്ച് ഒരു ആധുനിക പൗരന്റെ അവകാശമാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് നമ്മളതിന് ചോദിക്കുള്ളൂ. ഓക്കെ, എനിക്ക് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്റെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വേണം, ആ ചോദ്യം വരണം. എനിക്ക് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതായത് അബോർഷൻ റൈറ്റ് ഉണ്ട്, അതിനുള്ള സർവീസുകൾ എനിക്ക് നോൺ ജഡ്ജ്മെന്റ് ആയിട്ട് കിട്ടാനുള്ള അവകാശം എനിക്കുണ്ട്. അത് രാജ്യം പ്രൊവൈഡ് ചെയ്യണം. എൻ്റെ സെക്ഷൽ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സകൾ
അത് ഇപ്പൊ ക്യാപിറ്റലിസ്റ്റിക് ആയിട്ട് ഫ്രീ ആയിട്ടോ അല്ലാതെയോ എനിക്കത് ആ ചികിത്സകൾ കിട്ടാനുള്ള സജ്ജീകരണം രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതിനുവേണ്ടി ആ രാജ്യം പ്രവർത്തിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള റെക്കഗ്നൈസ് മാന്യമായിട്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനും അതിൽ അപമാനിക്കപ്പെടാതിരിക്കാനുള്ള അവകാശം, അത് ഏത് ഓറിയന്റേഷൻ ആണെങ്കിലും ശരി മാന്യമായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുക. എന്നാൽ മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് സെക്ഷുവലി ഞാൻ എക്സ്പ്ലോയിറ്റഡ് ആകുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും അതിലെനിക്ക് നീതി ലഭിക്കാനുള്ള അവകാശമുണ്ട്. അത് ഏത് ജെൻഡറിൽപ്പെട്ട ഏത് ഘടനയിൽപ്പെട്ട ആളാണെങ്കിലും ഇപ്പോൾ സെക്സ് വർക്കേഴ്സ് ആയിട്ട് വരുമ്പോൾ അവർക്ക് അതൊരു തൊഴിലിടമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അവർക്ക് നിയമ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശമുണ്ട്. അത് ഞാൻ പറഞ്ഞു സെക്സുമായി ബന്ധപ്പെട്ട വർക്കുകളാണ്. അപ്പൊ അതൊന്നും ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലപ്പോഴും ലോവർ എക്കണോമിക് ഗ്രൂപ്പിൽ വരുന്ന ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സെക്ഷൽ റൈറ്റുകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകള് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവാം. ഇപ്പൊ അതെല്ലാം ഇപ്പൊ ഏതെങ്കിലും ഒരു സെക്ഷൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട മരുന്നുകൾ അത് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാൻ ഇന്ത്യയിൽ സാധിക്കും. അതിന്റെ അവകാശം ആ മരുന്നുകൾ ഇവിടെ അവൈലബിൾ ആക്കുക എന്നുള്ളത് അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ കളക്റ്റീവായി നമ്മളൊക്കെ തന്നെയാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും സർവീസുകൾ അതിവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇന്ത്യയിൽ സെക്സ് ടോയ്സ് വിൽക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിയമത്തിന് അവൈലബിൾ ആണ്, നിയമപരമായി അംഗീകരിക്കപ്പെട്ടുള്ള ഒരു സാധനമല്ല. അപ്പൊ ഇത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള പ്ലഷറബിൾ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഇപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ അവിടെ ആരോഗ്യപരമല്ലാത്ത പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ വിൽക്കപ്പെടും, ചൂഷണം ഉണ്ടാവും. എവിടെയൊക്കെ നിയമം അംഗീകരിക്കാതിരിക്കുന്നു, നിയമം അംഗീകരിക്കാന്ന് വെച്ചാല് അല്ല എന്താന്ന് വെച്ചാൽ നടന്നോട്ടെ, അതുമല്ല റെഗുലേറ്റ് ചെയ്യപ്പെടാതിരിക്കുന്നു അവിടെയൊക്കെ അതിൽ പ്രശ്നങ്ങളുണ്ടാവും, ചൂഷണങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മൾ പണ്ട് ആൾക്കാർക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യണം, സെക്സ് വർക്ക് റെഗുലേറ്റ് ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കുക. അപ്പൊ അവിടെയാണ് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. ഇപ്പൊ ചാരായം നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു സാധനം. ചാരായം നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, അതുപോലെ തന്നെ മദ്യം നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് അത്രയും പ്രശ്നം കുറയുന്നു. ചാരായം മാറ്റി ആളുകൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് വരെ ഇവിടെ പറയാൻ പറ്റുന്നുണ്ടാവും. ആ ഇൻസിഡന്റ് ഇപ്പോ ഇല്ലാതിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം റെഗുലേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം മോശമാണ്, കുഴപ്പമാണെന്നല്ല അതിന്റെ അർത്ഥം. അത് മറ്റൊരാൾക്ക് ദോഷമല്ലാത്ത രീതിയിൽ ആവശ്യക്കാരന് മാത്രം അത് അവൈലബിൾ ആകി അത് അയാൾക്ക് പോലും ദോഷമാകുന്നതിന്റെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുകയും റെഗുലേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പൊ റൈറ്റും സെക്ഷൽ നിയമം, അപ്പൊ ഈ റെഗുലേഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റൈറ്റിന്റെ ഭാഗമാണ്. സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എന്റെ അവകാശമാണ്, ഒരു ആധുനിക പൗരന്റെ അവകാശമാണ്. ഇങ്ങനെ ഒരുപാട് സെക്ഷൽ റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് ശരിക്കും ഒരു ഡ്രീം? എന്താ ഡോക്ടർ എഡ്വിന്റെ ഡ്രീം? സാമൂഹിക മാറ്റങ്ങളുടെ ഭാഗമായിട്ട് കാറ്റലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. വ്യക്തിപരമായിട്ട് എന്റെയും ഇത് സെക്ഷുവൽ എഡ്യൂക്കേഷനിൽ മാത്രമല്ല, പ്രത്യേകിച്ച് ജനറലി ഈ ഹെൽത്ത് അവയർനെസ് അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ വാക്സിൻ എന്നൊക്കെ പറയാം. ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ മുമ്പേ നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കണം. അപ്പൊ ഇത്തരം ഏരിയകളിൽ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. SCK വരുമ്പോൾ SCKയും ഇപ്പം സിസ്റ്റമിക് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇപ്പം ഇത് നേരെ തന്നെ ഈ രീതിയിൽ വരാനായിട്ട് സമയമെടുക്കും. അപ്പൊ ഈ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഈ പ്രോസസ്സിലും കാറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു കേരളം മുഴുവൻ അങ്ങ് മാറ്റിക്കളെ, ഇന്ത്യ മുഴുവൻ അങ്ങ് മാറ്റിക്കളെ എന്നൊക്കെ ചിന്തിച്ച് വലിയ കാര്യമായിരിക്കും. നമുക്ക് വളരെ നമ്മുടെ ലെവലില് ഇപ്പൊ ഒരു സംഘടന എന്ന രീതിയിൽ മാത്രമല്ല പറഞ്ഞത്, വ്യക്തികളെന്ന നിലയിലും ഞാൻ പറയാം. അപ്പൊ നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് ആണെങ്കിലും ഇൻഫർമേഷൻ കൊടുത്ത് അവർ കൃത്യമായി ട്രെയിൻ ചെയ്ത് എങ്ങനെയൊക്കെ ഇത് നിങ്ങൾ ലേൺ ചെയ്യണം, പഠിക്കണം എന്ന് പറഞ്ഞു വിടുമ്പോൾ അവരും ചെയ്യുന്നത് തന്നെയാണ്. അവരുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ വീട്ടില് നമ്മുടെ ചുറ്റുവശത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയകളിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. ഇൻഫർമേഷൻസ് അവന് കൊടുക്കും. ഇങ്ങനെ കുഞ്ഞു 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 പോയിന്റുകൾ കേരളം മുഴുവനോ അല്ലെങ്കിൽ ലോകം മുമ്പാടുമുള്ള മലയാളികളോ പ്രവർത്തിക്കുമ്പോഴാണ് ഇത് അൾട്ടിമേറ്റ്ലി ഒരു സാമൂഹിക മാറ്റത്തിലേക്ക് വരുന്നത്. ഈ സാമൂഹിക മാറ്റം തന്നെയാണ് എങ്ങനെയാണ് ഈ കരിക്കുലം സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഡ്യൂക്കേഷൻ പോളിസികൾ ഡിസൈൻ ചെയ്യേണ്ടത്, ഇത് ഉറപ്പായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പുസ്തകങ്ങൾ പുതുക്കപ്പെടുന്നത്, ടീച്ചേഴ്സും കുറച്ചും കൂടെ ഓപ്പൺ ആവുന്നു. പഴയ പോലെ ഇതൊക്കെ വീട്ടിൽ പോയി പഠിച്ചു എന്ന് പറഞ്ഞ ടീച്ചേഴ്സിന്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. പുതിയ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണം കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. കൾച്ചറലിയും സാമൂഹികപരമായിട്ടും തലമുറകൾ മാറുന്നതിന് വെച്ചാൽ മാറ്റം വരുന്നുണ്ട്. വളരെ പതുക്കെയാണ്. നമ്മൾ പെട്ടെന്ന് സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ആസ് എ മൂവ്മെന്റ്
പബ്ലിക് മൂവ്മെന്റ് SCKയും കരുതുന്നില്ല. പക്ഷെ പതിയാണെങ്കിലും വളരെ സ്റ്റേബിൾ ആയിട്ട് വരുന്ന ആ സാമൂഹിക മാറ്റങ്ങളുടെ ഒപ്പം നിൽക്കുക, അതിന്റെ വേഗതയിൽ, അതിന്റെ കൃത്യതയിൽ, അതിന്റെ ശാസ്ത്രീയതയിൽ ഇതിൽ സഹകരിക്കുക എന്നുള്ളതാണ്. ഇതിന് നമ്മുടെ കൂടെ മറ്റ് മൂവ്മെന്റുകൾ നിൽക്കുന്നത്. ഇപ്പൊ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള പുസ്തകം മലയാളത്തിലുള്ള അതൊരു സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള മലയാളത്തിലൊരു പങ്ക്തിയാണ്. ഇത് സെക്സ് എഡ്യൂക്കേഷൻ കേരളയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് ശാസ്ത്ര കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചിട്ട് പ്രധാനമായിട്ടും ഇറക്കിയിട്ടുള്ള ഒരു ശാസ്ത്രമാസികയാണ്. ഇതിലാണ് 2 വർഷം ഒരു 15 മുകളിലുള്ള 15ഓളമുള്ള ലക്കങ്ങളായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കേരളത്തിലെ ഒരുപാട് മൂവ്മെന്റുകൾ ഇതിനൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ചേർന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു സെക്സ് എഡ്യൂക്കേഷനിൽ എന്താ പറയുക, ഒരു ഇന്ത്യയിൽ ഞാൻ എപ്പോഴും പറയുന്നത് സാറേ, ഒരു കേരള മോഡൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം. നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന്റെ ഒരു മോഡല് കേരളത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിന് സാധിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും, അതിലേക്കുള്ളതാണ് നമ്മുടെ പ്രവർത്തനം. അതെ, ഈ പ്രായഭേദം ഒന്നും ഇല്ലാതെ തന്നെ ഇത് മനുഷ്യ ജീവിതത്തിൽ തന്നെ ഇപ്പൊ ബേസിക് നീഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലൈംഗികത, സെക്സ് എന്നൊക്കെ പറയുന്നത്. ഒരു പക്ഷേ മാനവരാശി തന്നെ നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു കാരണം തന്നെ ഈ സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുള്ളതാണ്. അത് ആരോഗ്യകരമായിട്ട് നടക്കുക അല്ലെങ്കിൽ കൺസെൻറ്റോടു കൂടി നടക്കുക എന്നുള്ളതാണല്ലോ SCKയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് അതിൻ്റെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ആയിട്ടായാലും ട്രെയിനിങ്ങുകളുടെ ഭാഗമായിട്ടായാലും ഈ എടുക്കുന്ന എഫേർട്ട്, എനിക്കൊന്ന് 4-5 കൊല്ലമായിട്ട് ആ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഫലമാണ് ആ ഇൻസ്റ്റാഗ്രാം പേജും പിന്നെ ഈ നടക്കുന്ന പ്രവർത്തനങ്ങളും. പിന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ബെനിഫിറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ ഭാഗമാവാനും അതിൻ്റെ ബെനിഫിറ്റ്സ് നേടിയെടുക്കാനും അതോടൊപ്പം തന്നെ സഞ്ചരിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.